بسم الله الرحمن الرحيم. നിക്കാഹിലേക്ക് ആവശ്യമാവുകയും സാമഗ്രികൾ ഉണ്ടായിരിക്കുകയും ചെയ്തു. അവന്റെ നിക്കാഹ് സുന്നത്തല്ലേ? ആ സന്ദർഭത്തിൽ നേർച്ചയാക്കിയാൽ ഫർളായിട്ടില്ല, നേർച്ച സംഭവിക്കുക തന്നെ ചെയ്യും. ഹാജത്തും വുജൂദുൽ ഉഹ്ബത്തും ഉണ്ടായാൽ നിക്കാഹ് സുന്നത്തായില്ലേ? ഇനി നേർച്ചയാക്കിയാൽ എന്താകും? ഫർളായി മാറും. നിക്കാഹ് വലിയ ഇടപാട് മാത്രമല്ലേ, അതിന് കുറെ കൈതുകൾ കൂട്ടിയിട്ട് നിങ്ങൾ സുന്നത്താക്കി എടുത്തതല്ലേ, അതുകൊണ്ട് നേർച്ചയാക്കിയാ നേർച്ചയാവൂല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നത് എന്താ? നേർച്ചയാക്കിയാല് നിഹായ, മുഗ്നി, ശിഹാബുർ റംലി ഇതെല്ലാം ബാധിക്കുന്നത് നേർച്ചയാവൂല എന്നാണ്. കാരണം ഒരു അഖദ് മാത്രമാണ് ഇത്. ദാത്തിയായ ഒരു അമലല്ല ഏത് നിക്കാഹ്. ചില പ്രത്യേക ഉപാധികളോടുകൂടി അതെന്താക്കപ്പെട്ടു മാത്രം. അതുകൊണ്ട് നേർച്ച പഠിക്കൂല എന്നാ പറഞ്ഞത്. നേർച്ചയാക്കിയ വുജൂബാവൂല. പക്ഷേ തുഹ്ഫ സമർത്ഥിക്കുന്നത് എങ്ങനെയാ? എന്ത് തന്നെ ആയാലും നിക്കാഹ് സുന്നത്താക്കപ്പെട്ട ഘട്ടത്തിൽ അപ്പൊ സുന്നത്താക്കപ്പെടൽ നിക്കാഹ് വഫയിലേക്ക് ആവശ്യവുമുണ്ട്, സാമഗ്രികൾ തയ്യാറുമാണ്. ആ സന്ദർഭത്തിൽ നിക്കാഹ് സ്വീകരിക്കല് സുന്നത്താണ് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സുന്നത്തായി കഴിഞ്ഞാൽ വജബിന്നതി എന്തായി? നിർബന്ധമായി. അലൽ മുഅ്തമദില്ലദി സ്വറഹ ബിഹി ഇബ്നുൽ റിഫഅത്തി വഗൈറുഹു. നിർബന്ധമായി എന്ന മസ്അല എവിടെ നിന്നാണ് കിട്ടിയത്? അലൽ മുഅ്തമദില്ലദി സ്വറഹ ബിഹി ഇബ്നുൽ റിഫഅ. ഇബ്നുൽ റിഫഅത്ത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, നിക്കാഹ് സുന്നത്തായി കഴിഞ്ഞാൽ നേർച്ചയാക്കലോടുകൂടി എന്തായി? വുജൂബായി. കമാ ബയ്യൻതുഹു, ഈ കാര്യം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഫീ ശർഹിൽ ലുബാബി, എന്റെ കിതാബായ ശർഹുൽ ലുബാബിൽ എന്താക്കിയിട്ടുണ്ട്? ബാബു നദിറിലാണ്. കാരണം ശർഹുൽ ലുബാബ് നിക്കാഹ് ബാബിലേക്ക് എത്തിയിട്ടില്ല, പൂർത്തിയാക്കാൻ സാധിക്കാത്ത കിതാബാണത്, പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ നദിറിന്റെ ബാബിലാണ് ഈ മസല ഉള്ളത്. ശർഹുൽ ലുബാബിൽ ഈ മസലക്ക് എതിരാണ് നിഹായ, മുഗ്നി, അതുപോലെ നിഹായന്റെ മുസന്നിഫിന്റെ പിതാവ് ശിഹാബുർ റംലി ഓറല്ലെതിരാണ്. നേർച്ചയാക്കിയാലും എന്താവൂല, ആവൂല എന്നാ പറയും. ആവൂല എന്നതിനൊരു കാരണവും പറയുന്നുണ്ട്. മുഅ്തമദിന്റെ എതിരുകാർ അതിന് കാഫിയായ ജവാബ് ഇബ്നു ഹജർ കൊടുക്കുന്നു. നേർച്ചയാവൂല എന്ന വാദം തള്ളാൻ വേണ്ടിയിട്ട്. അവരുടെ ഖൗലിന്റെ മഹല്ല്, ഈ മഹല്ലു ഖൗലിഹിം എന്ന് ഉദ്ധരിച്ചത് മുഅ്തമദിന്റെ എതിർ പക്ഷക്കാരാണ്. നേർച്ചയാക്കിയാൽ എന്താവൂല, ആവൂല. അതിന് ജവാബാണ് ഈ പറയുന്നത്. ومحل قولهم العقود لا تلتزم في الذمة إذا التزم لا تلتزم في الذمة. അഖദുകൾ വജിബാക്കപ്പെടൂല ദിമ്മത്തിൽ.
ഒരു അഹദും തന്നെ നേർച്ചയാക്കിയാൽ നേർച്ചയാവൂല എന്നുണ്ടല്ലോ. അത് പിടിച്ചിട്ടാണ് നിക്കാഹ് നേർച്ചയാക്കിയാൽ അല്ല എന്ന് പറഞ്ഞത്. എന്നാൽ വമഹല്ലു ഖൗലിഹിം, ഫുഖഹാഇന്റെ വാക്കിന്റെ മഹല്ല് എന്താ? അവരുടെ ഖൗലി അൽ ഉഖൂദു ലാ തുൽതസമു ഫി ദിമ്മതി. അഖ്ദിന്റെ ഉഖൂദ്, ഇടപാടുകൾ നിർബന്ധമാക്കപ്പെടുകയില്ല ഒരാളുടെ ഉത്തരവാദിത്വത്തിലും. ഇടപാടുകൾ നേർച്ചയാക്കിയാൽ എന്താവില്ല? നിർബന്ധമാക്കപ്പെടുകയില്ല. ആ പറഞ്ഞത് ഇദൽ തുസിമത്ത് ബിഗൈരി നദിരിൻ, ഇടപാടുകൾ നേർച്ചയാക്കപ്പെട്ടാലാണ്, നിർബന്ധമാക്കപ്പെട്ടാലാണ്. ബിഗൈരി നദിരിൻ, നേർച്ച അല്ലാത്തത് കൊണ്ട്, നെഹറല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിൽ ഇത് നടത്താമെന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഉജൂബാവൂല എന്നാ പറഞ്ഞത്. നെഹറാണെങ്കിൽ എന്തായി? കാരണം സുന്നത്തായ അമലിനെ നിർബന്ധമാക്കുന്ന ഒരു വഴിയാണല്ലോ ഇത്. അപ്പൊ ഇതൽ തുസിമത്ത് വിഗൈരിനെതിരി മഹല്ലു എന്ന് പറഞ്ഞതിന്റെ ജവാബ് എന്താ? നെതിർ കൊണ്ട് നിർബന്ധമാക്കപ്പെട്ടാലോ ആകും. അതുകൊണ്ടാണല്ലോ അഖദിന്റെ നേർച്ച സാധുവാകുന്നത്. അഖദിന്റെ നേർച്ച നേർച്ചയാക്കിയതായ ഒരു അഖദ് നോക്ക്. അലയ്യ അൻ അസ്തരിയ അബ്ദൻ വഉഅതിഖഹു, അലയ്യ എന്റെ മേൽ മുജൂബായിരിക്കുന്നു, അൻ അസ്തരിയ അബ്ദൻ കൂടാതെ വഉഅതിഖഹു, അതാ അടിമയെ എന്താക്കാനും. ഒരാള് അലയ്യ എന്നത് നെദറിന്റെ നെദറിന്റെ സ്ഥാനത്ത് നിൽക്കൂലേ? ഇവിടെ ഷിറാ എന്ന് പറഞ്ഞത് എന്താണ്? അഖദാണ്. നേർച്ചയാക്കി ഇവിടെ. എന്നിട്ട് എന്തായിട്ടുണ്ട്? നേർച്ച സ്വീകാര്യമായിട്ടില്ലേ? അടിമയെ തയ്യാറാക്കണ്ടേ? ആ അടിമയെ തുക്കും ചെല്ലണ്ടേ? ഇവൻ രക്ഷപ്പെടോ? ഇതിൽ പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ടല്ലോ. ഇതെങ്ങനെ പിന്നെ നിക്കാഹ് നേർച്ചയായാൽ നേർച്ചയാക്കിയാൽ നേർച്ചയാവൂല എന്ന് പറയല് അല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അടിമയെ വാങ്ങണം എന്നുണ്ടോ? അല്ല ഇവൻ ഏതെങ്കിലും രൂപത്തിൽ ഒരു അടിമയെ സംഘടിപ്പിച്ചാൽ മതിയോ? അവന്റെ മിൽക്കിലുണ്ട് അടിമ, അതെന്നെ ഉപയോഗപ്പെടുത്തിയാ പോരെ? അത് മതി. വാങ്ങാൻ തന്നെ വേണമെന്നില്ല. ഒരു അടിമയെ ഉണ്ടാക്കി തീർക്കലയുടെ മുറാദുള്ളൂ. അത് ആരോടൊക്കെയും അഭ്യർത്ഥിച്ച് വാങ്ങലോ അല്ല ഇവന്റെ സ്റ്റോക്കിൽ ഉണ്ടായാലും മതിയല്ലോ. എന്നിട്ട് ആ അടിമയെ ഇതൊക്കെ ചെല്ലിയ ഇവന്റെ നേർച്ച കൂടിയില്ലേ? ഇത് ഇടപാട് തന്നെയല്ലേ? ഇപ്പൊ എന്താകാൻ? അതാ പറഞ്ഞത്. നേർച്ച സ്വീകാര്യോഗ്യമാകുന്നുണ്ട്. ഫീ അലയ്യ അൻ അസ്തരിയ അബ്ദൻ വഉഅതിഖഹു എന്ന് പറഞ്ഞെടുത്ത് എന്താകുന്നുണ്ട്? വബിഹി ഇന്നകദ എന്ന വാക്കുകൊണ്ട് യന്തഫിഉ ഇൻ അഖദ മുതൽക്ക് പറഞ്ഞില്ലേ? ഇൻ അഖദ ഫീ അലയ്യ അൻ അസ്തരിയ അബ്ദൻ വഉഅതിഖഹു എന്ന വാക്കുകൊണ്ട് യന്തഫിഉ തള്ളി നീങ്ങിപ്പോയി. മാഖീല പറയപ്പെട്ടത്, ആക്ഷേപം കൊണ്ട് പറയപ്പെട്ടത്.
ആക്ഷേപ സ്വരത്തിൽ ഇത് നെതിറ് കൊണ്ട് ഉജൂബാകും എന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നിക്കാഹു മുതവഖിഫുൻ അലാ റിദൽ ഗൈരി. അന്നിക്കാഹു മുതവഖിഫുൻ അലാ റിദൽ ഗൈരി. മറ്റൊരാളുടെ പൊരുത്തത്തിന്റെ മേലെ നിലകൊള്ളുന്നതല്ലേ ഏത്? നിക്കാഹ്. ആ വലിയ സന്മനസ് കാണിച്ചെങ്കിലല്ലേ ഇവിടെ ഇത് നടക്കുള്ളൂ. അതുപോലെ പെണ്ണും തയ്യാറാകണ്ടേ. മുതവഖഫുൻ പറയാ, നിർത്തപ്പെട്ടതാണ്. അലാ റിദൽ ഗൈരി. അന്നിക്കാഹു മുതവഖഫുൻ അലാ റിദൽ ഗൈരി. എന്താ? നിക്കാഹ് നേർച്ചയാക്കിയാൽ നേർച്ചയാകും എന്നതിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നു. എന്താ? അന്നിക്കാഹു അലാ റിദൽ ഗൈരി ബഹുവ. ആ ഗൈറിന്റെ റിദ ലൈസ ഇലൈഹി. ഇവന്റെ കയ്യിലുണ്ടോ? ഇങ്ങനെ ഇവൻ നേർച്ചയാക്കൽ, ഇവൻ നടത്താൻ പറ്റുന്നതല്ലേ ഇവൻ നേർച്ചയാക്കൽ എന്ന് വാദിച്ചു മുന്നേറിയിട്ടുണ്ട്. അവർ പരാജയപ്പെട്ടു. എന്തേ? ഇത് അശ്ശിറാവു കദാലിക. എന്നുള്ള തെളിവ് ശിറാവ് കദാലിക മുതവഖഫുൻ അലാ റിദൽ ഗൈറല്ലേ. നമ്മളൊരു അടിമനെ വാങ്ങാന്ന് വിചാരിച്ചാൽ അബുക്കുന്നയാള് തയ്യാറുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയില്ലല്ലോ. എന്താവും അവിടെ ആ മസലയിലും എന്താകുന്നുണ്ട്? വഖദ് ഔജബൂഹു. പണ്ഡിതന്മാർ ഔജബൂഹു ഇതിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏതിനെ? ഏത് സ്ഥിതിയിൽ? വഖദ് ഔജബൂഹു അവർ നിർബന്ധമാക്കിയല്ലോ. ഏതിനെ? അലിയാൻ നസ്തരിയ അബദൻ വഅതിഖഹു എന്ന് പറഞ്ഞെടുത്ത് അടിമയെ ശേഖരിക്കലും ഇത്കാക്കലും എന്താക്കിയിട്ടുണ്ട്? നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. അവിടെയും മുതവഖഫുൻ അലാ റിദൽ ഗൈറല്ലേ. ഇതങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടോ? അത് കഴിഞ്ഞ് നിക്കാഹ് വജൂബാകുന്ന ഒരു രൂപം ബാക്കിയുണ്ടല്ലോ. നിക്കാഹ് നിർബന്ധമാകുന്ന ഒരു രൂപം. അത് ഇബ്നു ഹജർ ഹൈതമിയോ അല്ലെങ്കിൽ മുഗ്നീന്റെ മുസന്നിഫോ ഒന്നും അംഗീകരിക്കുന്നില്ല. നിഹായ ശരിവെക്കുന്നുണ്ട്. നിക്കാഹ് നിർബന്ധം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. താഴെ പറയുന്ന മസലയിൽ തുഹ്ഫയിലും മുഗ്നിയിലും അത് സ്വീകരിച്ചിട്ടില്ല വുജൂബാണ് എന്നുള്ളത്. നിഹായ വേണ്ടതുപോലെ സമർത്ഥിച്ചിട്ടുണ്ട്, വുജൂബ് തന്നെ. ഏതാണത്? ഒരു കടബാധ്യത വീട്ടാൻ വേണ്ടിയിട്ട്. ഒന്നിലധികം പെണ്ണുണ്ട്. ഒരു പെണ്ണിന്റെ സമയം ആസന്നമായി. അക്രമപരമായിട്ട് ആ പെണ്ണിന്റെ ദിവസം നീക്കിയിട്ട് കൂടെയുള്ള വേറൊരു പെണ്ണിന് കൊടുത്തു. എന്നിട്ട് ഇവളുടെ അവകാശം നിറവേറ്റാത്ത രൂപത്തിൽ ഉണ്ടാക്കി തലാഖ് ചൊല്ലി. ഇനി എന്താ ചെയ്യേണ്ടത്? പരിഹാരം എന്ന നിലയ്ക്ക് ഇനി എന്ത് വേണം? ഈ പെണ്ണിനെ ഒന്നും കൂടി കെട്ടണം. കെട്ടലോ തിരിച്ചെടുക്കലോ. ഈ പെണ്ണിനെ ഇവന്റെ ദൗത്യത്താക്കി മാറ്റണം. എന്നിട്ട് അവൾക്ക് അവകാശം വീട്ടണം. ഏതിൽ നിന്ന്? മറ്റേ ഇവളുടെ അവകാശം ഏത് ഭാര്യന്റെ അടുത്താണോ ചെലവഴിച്ചത് അവളുടെ അവകാശത്തിൽ നിന്ന് ഭരിച്ചുകൊണ്ടെന്താക്കണം? ഇവൾക്ക് വീട്ടുക തന്നെ വേണം. പണ്ടേ ബന്ധപ്പെട്ടതായ ഒരു ഹക്ക് വീട്ടാൻ വേണ്ടിയിട്ടുള്ള പോംവഴിയാണ് ഇത്. എന്താവുള്ളൂ? അപ്പൊ എന്താവും? മസലക്ക് രൂപപ്പെടുത്തണം. ഒന്നിലുപരി ഭാര്യമാർ ഒരാൾക്കുണ്ട്. എന്നിട്ട് ഭാര്യമാർക്ക് ഓരോ ദിവസം നിശ്ചയിച്ചു. ഒരു പെണ്ണിന്റെ
നിശ്ചയിക്കപ്പെട്ട സമയമായി. അവളോട് അനീതി കാട്ടിക്കൊണ്ട് അവളുടെ അവകാശം വകവെച്ചു കൊടുക്കാതെ ആ അവകാശം ആരിലേക്ക് തിരിച്ചു? വേറൊരു ഭാര്യയിലേക്ക് തിരിച്ചു. അതിന്റെ ശേഷം ഇവളുടെ അവകാശം നിറവേറ്റുന്നതിന് മുമ്പായി അനീതി ചെയ്യപ്പെട്ട ഭാര്യയുടെ അവകാശം നിറവേറ്റി കൊടുക്കുന്നതിന് മുമ്പായി എന്താക്കി? തലാഖ് ചൊല്ലി. അപ്പൊ ഇവന്റെ ചുമതലയിൽ ആ പെണ്ണിന്റെ ഒരു ഓഹരി ഇവിടെ ബാക്കിയില്ലേ? അത് വീട്ടുക തന്നെ വേണ്ടേ? എന്താ ചെയ്യേണ്ടത്? തിരിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ. എന്നാലും നിക്കാഹിലേക്ക് വന്നു. നിക്കാഹിന്റെ സ്ഥാനം തന്നെ. സമയം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? അവളെ നിക്കാഹ് ചെയ്യണം. എന്നിട്ട് അവളുടെ അവകാശം ആരിലേക്കാണോ നേരത്തെ തിരിച്ചത് അവളുടെ അവകാശത്തിൽ നിന്ന് മാറ്റിയിട്ട് ആർക്ക് കൊടുക്കണം? ഇനി എന്തായാലും വേണ്ടില്ല, വീട്ടിൽ കൊടുക്കണം. ബന്ധുജൂബായി നിക്കാഹിന്റെ വുജൂബിനെ ഹൈദ് എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളും നേരത്തെ പറഞ്ഞില്ലേ? അതിന്റെ പുറമെ ഒരു സന്ദർഭം കൂടി ബാക്കി. എന്താണത്? ഇദാ ത്വല്ലഖ മദ്ലൂമതൻ ഫിൽ ഖസ്മി. ഇദാ ത്വല്ലഖ അവൻ തലാഖ് ചൊല്ലിയാൽ ആരെ? മദ്ലൂമതൻ, ആക്രമിക്കപ്പെട്ട പെണ്ണിനെ. എന്തിൽ ആക്രമിക്കപ്പെട്ട പെണ്ണ്? ഖസ്മി. ആ പെണ്ണിന്റെ ദുൽമ് അനുഭവിച്ചു പോയി. ഖസ്മിൽ അവൾക്ക് നിശ്ചയിച്ചതായ വിഹിതം അവൾക്ക് കൊടുത്ത മബീത്ത്, ദൗജ് മബീത്താക്കി കൊടുക്കണ്ടേ? ആ ഖസ്മിൽ വഞ്ചന കാട്ടി അവളുടെ കാര്യത്തിൽ അവളെന്താക്കി? തലാഖ് ചൊല്ലി. അവളെ തിരിച്ച് വിവാഹം ചെയ്യൽ എന്താണ്? ഭർത്താവ് വീട്ടാൻ വേണ്ടി ആ മധുരമത്തായ പെണ്ണിന് ഏതിൽ നിന്നെടുത്തുകൊണ്ട് മിന്നൗപത്തിൽ മദ്ലൂമിലഹാന്റെ ഊഴത്തിൽ നിന്ന് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മദ്ലൂമിലഹ ആരിലേക്ക് തിരിച്ചുകൊണ്ടാണോ ദുൽമ് നടത്തിയത് അവളുടെ രൂപത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ആർക്ക് പൊട്ടിക്കൊടുക്കണോ? ഇപ്പൊ എന്ത് വേണം? നിക്കാഹ് ചെയ്യണം. ഇതിന്റെ അക്സുമസ്തലി എങ്ങനെ ഉണ്ടാവും? ദുൽമ കാട്ടി ഒരു പെണ്ണിനെ അവകാശം കൊടുക്കാതെ പുറത്തിട്ട് വേറൊരു പെണ്ണിന് കൊടുത്തുകൊണ്ട്, എന്നിട്ടോ വേറൊരു പെണ്ണിന് എടുത്ത് കൊടുത്തല്ലോ, എന്നിട്ട് ഏത് പെണ്ണിനാണോ എടുത്ത് കൊടുത്തത് ആ പെണ്ണിനെ തലാഖ് ചൊല്ലി. ഇവളുടെ കടം വീട്ടിയ. അപ്പൊ എന്ത് വേണം? ആരെ തിരിച്ച് വിവാഹം ചെയ്യണം? മദ്ലൂമിലഹാനെ എന്താക്കണം? ചെയ്യണം. എന്നിട്ട് അവളുടെ അംശത്തിൽ നിന്ന് എടുത്തിട്ട് വീട്ടണം. ആർക്ക്? മദ്ലൂമത്തായ പെണ്ണിന്. ആ കൈഫിയത്തല്ല ഇതിൽ പറഞ്ഞത്. അങ്ങനെയും വരുമല്ലോ. ഈ മസല വേണ്ടതുപോലെ സമർത്ഥിക്കുന്നത് 440-ലാണ്. 440 പറഞ്ഞിട്ടുണ്ട് ഈ മസലന്റെ ശരിയായ നിലവാരം കേട്ടാ. ഇത് റദ്ദാക്കപ്പെടും. ഉജൂബാണെന്ന് വേണ്ട, ഉജൂബൊന്നും ഇല്ല, ഒരു ഉജൂബും തന്നെ ഇല്ല എന്നാ പറഞ്ഞു. എന്താ ഈ തലാഖ് എന്താണ്? വിദയ്യാണ്, കുറ്റകരമായ തലാഖാണ്. അംശവിഹിതം പൂർത്തിയാക്കി വീട്ടാണ്ട് അവളുടെ സമയമായ ശേഷം അവളുടെ അവകാശം വീട്ടാണ്ട് തലാഖ് ചെല്ലൽ വിദയ്യല്ലേ? ഹറാമ് സമ്പാദിക്കുന്ന ഒരു തലാഖല്ലേ ഇത്?
ഫഖദ് സ്വറഹു പണ്ഡിതന്മാർ തീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഫിൽ ബിദഇ കുറ്റകരമായ തലാഖിൽ അന്നഹു ലാ തജിബു ഫീഹി റജഅതു കുറ്റം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട മടക്കിയെടുക്കലെന്നില്ല. എപ്പോഴാണോ നിങ്ങൾ മടക്കിയെടുക്കുകയോ പുനർവിവാഹം ചെയ്യുകയോ ചെയ്തത് അന്നേരം വീട്ടിൽ കൊടുത്താൽ മതി. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് എന്ത് വേണ്ട? അപ്പൊ നിക്കാഹല്ല പോലും ഇവിടെ വുജൂബ്. അവൾ നിക്കാഹിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ അവകാശം കൊടുക്കലാണ് എന്തല്ല. ഇവിടെ വിവാഹം ചെയ്യൽ വുജൂബാണ് എന്ന് അവർ സ്പഷ്ടമാക്കി പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഇവളുടെ അവകാശം വീട്ടുക തന്നെ വേണം. അതെപ്പാ വീട്ടൽ ചെയ്തിട്ടേ ഇല്ലെങ്കിൽ വേണ്ട, വിവാഹം ചെയ്യാൻ അവർ പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് റംലി ശക്തമായി വാദിക്കുന്നത്. നിഹായയിൽ ഇവന്റെ ഒരു ഉത്തരവാദിത്വം ബന്ധപ്പെട്ടു ഒരു പെണ്ണിന്റെ ഹക്ക്. അതുകൊണ്ട് ആ പെണ്ണിനെ തിരിച്ചു പിടിക്കണം. ആ പെണ്ണിനെ തിരിച്ച് എത്തിക്കാനുള്ള വഴി എന്തേ ഉള്ളൂ? ഇതുപോലെ എല്ലാ വിധേയായ മറ്റു തലാഖുകൾ ആടെ ഒരു ഹക്ക് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ഇത് ബന്ധപ്പെട്ടതായ ഹക്ക് വീട്ടാനുള്ള വഴിയാണ്. അതുകൊണ്ട് തിരിച്ചെടുക്കുക തന്നെ വേണം. വുജൂബ് തന്നെയാണ് എന്ന് കിതാബുൽ ഖസ്മി വൻ നുശൂസിൽ തെളിയിക്കുന്നുണ്ട്. എന്താ? നിങ്ങൾ വിധേയായ തലാഖിൽ പല നിയമങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് ഈ ഒരു മസ്അല ഒഴിവാക്കണം. ഇത് വളരെ ഗതികേടുള്ള ഒരു മസ്അലയാണ്. ഇവിടെ മസ്അല മാറ്റി പറയണം. അവിടെ പറഞ്ഞത് പറ്റൂല. ഇബ്നു ഹജർ ഹൈതമി വാദിക്കുന്നത്, മുഗ്നിയും വാദിക്കുന്നത് വിധേയായ മസ്അലയിൽ എന്തൊക്കെ പറഞ്ഞോ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു മസ്അല തന്നെയാണ്. ഏത്? അതുകൊണ്ട് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊടുക്കാനേ പറ്റുള്ളൂ. എന്തില്ല? വിവാഹം ചെയ്യൽ വുജൂബാണ് എന്നത് തള്ളപ്പെട്ടു. ഈ തലാഖ് കുറ്റകരമായ തലാഖാണ്. പണ്ഡിതന്മാർ തീർത്ത് പറഞ്ഞു ഫിൽ ബിദഇ കുറ്റകരമായ തലാഖിൽ അന്നഹു ലാ തജിബു ഫീഹി റജഅതു പെണ്ണിനെ വിവാഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൽ എന്തില്ല? അന്നഹു തീർച്ചയായും കാര്യം ലാ തജിബു ഫീഹി ആ ബിദഇയിൽ നിർബന്ധമില്ല അർറജഅതു പെണ്ണിനെ ഹക്ക് വീട്ടുണ്ടെന്നല്ല പറഞ്ഞത്. ഹക്ക് വിട്ടിക്കോ. പിന്നെ വിട്ടാൻ വേണ്ടി പെണ്ണിനെ തിരിച്ചെടുക്കൽ എന്തില്ല? അപ്പൊ നിക്കാഹോ എന്തില്ല? ഇല്ല. പിന്നെ ഹക്ക് വീട്ടൽ വല്ലപ്പോഴും തിരിച്ചെടുക്കുകയോ പുനർവിവാഹം ചെയ്യുകയോ ചെയ്താൽ എന്താക്കിക്കോ, അത് പെൻഡിങ്ങിൽ വെച്ചോ. ആ എന്നാണ് ഇബ്നു ഹജർ വാദിക്കുന്നത്. ഇല്ല ഈ മസ്അല ഒഴിവാക്കപ്പെട്ടാൽ ഒഴികെ വിദഇയിൽ പറഞ്ഞ നിയമങ്ങളിൽ നിന്ന് ഈ ഒരു മസ്അല ഇസ്തിസ്നാ ചെയ്താൽ ഒഴികെ എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും. ആ ഇനത്തിൽപ്പെട്ടതല്ല. ഇത് ഒഴിവാക്കി ബാക്കിയുള്ളതിലാണ് എവിടെ പറഞ്ഞത് നോക്കണം. ഇതും കഴിച്ച് ബാക്കിക്കാണ് വിദഇയിൽ പറഞ്ഞ മസ്അലകൾ. റജഅത്ത് നിർബന്ധമില്ല എന്നുള്ളത് ഇവിടെ തന്നെയാണ് എന്ന് ഇസ്തിസ്നാ ചെയ്ത് പറഞ്ഞോളണം. അൽ വജ്ഹുല്ലദീ ലാ യജൂസു ഗൈറുഹു ലാ യുജബ്ബിസു ഗൈറഹു അല്ലെങ്കിൽ അൽ വജ്ഹുല്ലദീ ലാ യജൂസു ഗൈറുഹു ഹുവൽ ഇസ്തിസ്നാഉ വഖദ് ഔദഹനാഹു ഫീ കിതാബിൽ ഖസ്മി വൻ നുശൂസ് നിഹായ. കിതാബുൽ ഖസ്മി വൻ നുശൂസിൽ നാം പറഞ്ഞിട്ടുണ്ട് ഈ മസ്അലയിൽ ഇസ്തിസ്നാ തന്നെയാണ് വേണ്ടത്. വിദഇയായ തലാഖിൽ പ്രസ്താവിക്കപ്പെട്ട നിയമങ്ങളിൽ നിന്ന് ഈ ഒരു മസ്അലയെ എന്താക്കണം?
الوجه الذي لا يجوز غيره هو الاستثناء فقد أوضحناه في كتاب القسم والنشوز نهاية. എന്തുകൊണ്ടാ ഒഴിവാക്കേണ്ടി വന്നത്? ലിമാ ഫീഹി മിൻ ഇസ്തിദ്റാഅ് ആദമിയ്യീൻ ഉലാമത്ത് ഹഖ്, ആദമിയ്യിന്റെ ഹഖ് വീണ്ടെടുക്കുക എന്ന ഒരു ഫായിദ ഇതിൽ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ചെയ്യാൻ വേണം. ഒരു വിഭാഗം പണ്ഡിതന്മാർ അടിമ സ്ത്രീകളെ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല, അടിമ സ്ത്രീകളെ ഉപയോഗിക്കാൻ പാടില്ല, ഉടമയാക്കിയിട്ട് ഉപയോഗിക്കലുണ്ടല്ലോ, അത് പാടില്ല എന്ന് മുടക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് അതിൽ നിന്നുള്ള ഒരു അവകാശം ഗവൺമെന്റിന് പോകേണ്ടതാണ്. അപ്പം ആ അടിമയെ വിറ്റതോ കൈമാറിയതോ ഒന്നും സഹിയല്ലല്ലോ, പിന്നെങ്ങനെ ഉപയോഗിക്കല് എന്ന് വാദിച്ചിട്ടുണ്ട്. അടിമ സ്ത്രീയെ ഉടമയാക്കി കഴിഞ്ഞാല് ഉപയോഗിക്കൽ ജായിസല്ലേ? ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്താക്കിയിട്ടുണ്ട്, മുടക്കിയിട്ടുണ്ട്, പാടില്ല. ഈ മസ്അല വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് 9255. അവിടുന്ന് ഈ മസ്അല കിട്ടില്ല. ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ മുടക്കം അത്തസയ്യ, അടിമ സ്ത്രീയെ ഈ കാലഘട്ടത്തിൽ, പിഴച്ച കാലഘട്ടത്തിലാ പറയും. എന്നും ഹറാമെന്നല്ല ഓർ പറഞ്ഞത്. അദമി തഹ്മീസി, തഹ്മീസ് ഇല്ലാത്തത് കൊണ്ട്, തഹ്മീസ് അഞ്ചോഹരിയാക്കി 5-ൽ 1 ഗവൺമെന്റിനെ ഏൽപ്പിക്കണ്ടേ? 5-ൽ 4 മാത്രമല്ലേ ആർക്കുള്ളൂ. അതുകൊണ്ട് അവിഹിതമായിട്ടാണ് ഈ അടിമസ്ത്രീയെ ഇവന് കൈമാറിയത്. അതുകൊണ്ട് എന്താക്കിക്കൂടാ, ഇവന് ഉപയോഗിക്കൽ ഹലാലല്ല എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അത് മർദൂദ്, എന്താണ്, തള്ളപ്പെട്ടതാണ്. കമായത്തി കിതാബ് സിയറിൽ വരുന്നുണ്ട് 9255. കിതാബ് സിയർ അതെങ്ങനെ മർദൂദായത്? അടിമ സ്ത്രീയെ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല എന്നത് നിരുപാധികം അല്ല. അത് ആരുടെ കാര്യത്തിലാണ്? ഇന്നമായ തജിഹോ, അത് പ്രബലമാകും ഭീമൻ, ഒരാളുടെ കാര്യത്തിൽ. തഹഖഖ, അയാൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അന്ന സാബിയഹ മുസ്ലിമുൻ, അന്ന സാബിയഹ മുസ്ലിമുൻ. ആ പെണ്ണിനെ അറസ്റ്റാക്കിയത് ആരാണ്? മുസ്ലിമാണ്. അപ്പൊ 5-ൽ 4 ഭാഗം അവന്റെ ഉടമയാണ്. 5-ൽ 1 ആരുടേതാണ്? ഗവൺമെന്റിന്റെതാണ്. ഗവൺമെന്റിന്റെ വക്കൽ നിന്ന് അവൻ വാങ്ങിയിട്ടും ഇല്ല. ഗവൺമെന്റുമായിട്ട് വില കെട്ടിയിട്ട് ഇതിന്റെ 5-ൽ 1 തീരുമാനമാക്കിയിട്ട് ഈ മുസ്ലിം ഏറ്റെടുത്തതാണെങ്കിൽ അവന് ഈ അടിമ സ്ത്രീയെ കൈമാറാലോ. അത് നടത്തിനോ ഇല്ലയോ ഞമ്മ അറിയൂല പോലും. ലാഫീമൻ, ആരുടെ കാര്യത്തിലല്ല പാടില്ല എന്ന് പറഞ്ഞു. ശക്ക ഫീസാബിഹ, ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത ആളുടെ കാര്യത്തിൽ സംശയിച്ചു. മുസ്ലിമാണോ കാഫിറാണോ അറസ്റ്റ് ചെയ്തത് എന്ന് അറിയൂല. അവിടെ ഹറാമാണോ ഹലാലാണോ ഈ പെണ്ണ് എന്ന് സംശയിച്ചെടുത്ത്
എന്താണ്? ഹലാലാണ്. അപ്പൊ നേരായ വഴിയിൽ തന്നെയാണ്, ഇതെനിക്ക് അനുവദിച്ച് കിട്ടിയത് തന്നെയാണ്. ഇത് വില കെട്ടി വാങ്ങിയതാണെങ്കിൽ ആ വാങ്ങൽ ശരി തന്നെയാണ് എന്നല്ലേ സമാധാനിക്കേണ്ടത്. ശക്കുള്ളടുത്ത് ഉടനെ ഉറപ്പിക്കല ഇതെനിക്ക് പറ്റാത്തതാണ്. വലാഫീമൻ പാടില്ല എന്ന് പറഞ്ഞത് ആരുടെ കാര്യത്തിലുമല്ല. ഇവൻ ഉറപ്പിച്ചു അന്ന സാബിയഹ കാഫിറുൻ മിൻ കാഫിർ, അന്ന സാബിയഹ കാഫിറുൻ മിൻ കാഫിർ എന്ന് ഉറപ്പുള്ളടുത്ത് പറ്റൂലേ? അല്ല, വലാഫീമൻ ആരുടെ, അതെ പറ്റും തന്നെ. പറ്റൂല എന്ന് പറഞ്ഞത് ആരുടെ കാര്യത്തിലല്ല, അന്ന സാബിയഹ കാഫിറുൻ എന്ന് പറഞ്ഞാൽ സബാഹ മിൻ കാഫിരിൻ ഹർബിയ്യിൻ. ഈ പെണ്ണിനെ വശത്താക്കിയത് കാഫിറാണ്. ആരെ പക്കൽ നിന്ന്? അറബിയായ കാഫിറിന്റെ പക്കൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അടിമ സ്ത്രീയെ ഉടമയാക്കുകയും ഉപയോഗിക്കുകയും ചെയ്തൂടെ? അവരുടെ കാര്യത്തിലെ പാടില്ല എന്ന് പറഞ്ഞത്. അവിഷ്തറ ഖുമുസ ബൈത്തുൽ മാലി മിൻ നാദിരിഹി. നിങ്ങൾ നേരത്തെ പേടിച്ചില്ലേ മുസ്ലിമിന്റെ പക്കൽ നിന്നായി പോവില്ലേ ഈ ഉടമയാക്കി എടുത്തത് എന്ന് സംശയിച്ചിട്ടല്ലേ നമ്മൾക്ക് ഉറപ്പ് കിട്ടിയെന്ന് വെച്ചോ. അയാള് ബൈത്തുൽ മാലിന്റെ ആളുകളുമായി സംസാരിച്ചിട്ട് ഈ 5-1 ആർക്ക് ഹലാലാക്കി കിട്ടിയിട്ടുണ്ട്? ആർക്ക്? മുസ്ലിമിന്. എന്നാൽ അയാള് കൊണ്ടെത്തുന്നതാണ് ഈ അടിമസ്ത്രീ. എന്നാൽ അനുവദനീയല്ലേ? നിങ്ങൾ പേടിച്ചത് 80% ഓനിക്ക് അധികാരമുള്ളൂ, അവൻ അധികാരം 20% ആരതല്ലേ എന്ന സംശയത്തിലാണ് ഈ പറഞ്ഞത്. ഉറപ്പ് കിട്ടിയാലോ ഈ അടിമസ്ത്രീയെ വിറ്റതായ ആള് അയാൾക്കുള്ള 4/5 അയാൾക്കുള്ളതല്ല. 1/5 ഗവൺമെന്റിൻ്റെതാണ്. ഗവൺമെന്റിന്റെ നാദിൽ നിന്ന് വേണ്ടതുപോലെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് എന്തായി? എന്നാല് അവനിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ചൂടെ? അതെ. ഇത്രയും സന്ദർഭത്തിൽ ഈ പെണ്ണെന്താണ്? ഈ രൂപത്തിലെല്ലാം ഈ പെണ്ണെന്തായിട്ടുണ്ട്? ചിരിയെ പാടില്ല എന്നങ്ങനെ പറഞ്ഞേക്കല. ഇനി വേറെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ശഫീ ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളുടെ നസ്സ് തന്നെ ഉണ്ട്. അന്നഹു തീർച്ചയായും കാര്യം ലാ യുസന്നു നിക്കാഹ് സുന്നത്തില്ല. സുന്നത്താവാനുള്ള എല്ലാ അസ്ബാബും ഒത്തൊരുമിച്ച് കൂടിയാലും ശരി സുന്നത്തില്ല. ലിമൻ ഫീ ദാരിൽ ഹർബി. ലാ യുസന്നുവിന്റെ മജ്ഹൂല് പറയാനായിട്ടില്ല. ലാ യുസന്നു സുന്നത്താക്കപ്പെടുകയില്ല. ലിമൻ ഫീ ദാരിൽ ഹർബി. എന്ത് സുന്നത്താക്കപ്പെടുകയില്ല? മുത്ലഖൻ നിരുപാധികം. നിക്കാഹിലേക്ക് ആവശ്യമായാലും ബഹുമത്ത് എത്തിച്ചാലും ഇല്ലെങ്കിലും സാധാരണ നിക്കാഹ് സുന്നത്താകുന്ന ഘട്ടം. എന്നാലും സുന്നത്തില്ല എവിടെ താമസിക്കുന്നവർക്ക്. ഖൗഫൻ അലാ വലദിഹി. എന്തുകൊണ്ടാണ് ലാ യുസന്നു? മക്കളുടെ മേലെ ഭയപ്പെട്ടതിന് വേണ്ടി. എന്താ ഭയപ്പെട്ടത്? അവർ ആചാരം സ്വീകരിക്കും. അഹ്ലുൽ ഹർബിന്റെ ദീന് കൊണ്ട് അവർ എന്തെല്ലാം ഇവിടെ നടപ്പാക്കും. അതെല്ലാം വേണ്ടതാണെന്ന് ചെറുപ്പത്തിലെ ആര് മനസ്സിലാക്കി പോകും. അപ്പം മക്കൾ പിഴക്കൂലേ? അതുകൊണ്ട് എന്തിനെ ഭയപ്പെട്ടതിന് വേണ്ടിയും അടിമയാക്കി അവർ മുസ്ലിമീങ്ങൾ വന്നിട്ട് എന്താക്കും? ദാറുൽ ഹർബിൽ നിന്ന് ആരെങ്കിലും പിടിച്ചാൽ അടിമയാക്കി വെക്കുമല്ലോ.
ഇത് ഇവന്റെ മക്കളാണ് എന്നുള്ള ഇതിനാടെ സീനലുണ്ടാവും. അപ്പൊ ആരെയും പിടിക്കും, അവൻ പിടിക്കും എന്നല്ല പറഞ്ഞത്. മുസ്ലിം സമുദായം വന്നിട്ട് എന്താക്കും, അന്നേരം ആരെയും പിടിക്കും. അപ്പൊ സൂക്ഷിക്കണ്ടേ. ഇതേ ഖിയാസ് വിജയത്തിന്റെ കാലത്തും പാലിക്കണം എന്നാണ് പറയുന്നത്. وينبغي أن يلحق بدار الحرب دار البدع كما هو مشاهد من أن السني المتولد بدار البدعة يظهر أولاده غالبا متدينين بتلك البدعة. എന്താണ് ദാറുൽ ഹർബിനോട് ചേർക്കപ്പെടും ദാറുൽ വിജയത്തിന്റെ കോളനി. വിജയത്തിന്റെ കോളനിയിൽ താമസിക്കുകയും മക്കൾ ഉണ്ടാവുകയും ചെയ്താൽ അവര് ആരുടെ ആചാരം മുറുകെ പിടിച്ചു കളയും. അപ്പൊ അവിടെ എന്ത് ആവൂല, താമസം മാറ്റാൻ തയ്യാറല്ലാത്ത കാലത്തോളം സുന്നത്താവൂല. പക്ഷെ അത് പ്രസവിക്കുന്ന ആക്കല്ലേ പറയാൻ പറ്റൂ. പ്രസവം മുടങ്ങിയ പെണ്ണാണെങ്കിൽ ഈ കാര്യം ഉണ്ടാവോ? പക്ഷെ പ്രസവം മുടങ്ങിയെന്ന് അത്രയും വലിയ ഉറപ്പുണ്ടെങ്കിലല്ലേ. മുടങ്ങിയെന്ന് പറഞ്ഞിട്ടും പ്രസവിച്ചു പോകുന്നുണ്ടല്ലോ. അപ്പൊ മസാല തിരിച്ചു വരൂലേ. പിന്നെ ഈ പറഞ്ഞ മസലയെ ചുമത്തണം. അലാമൻ ലം യഗ്രിബ് അലാ ദന്നിഹി അസ്സിന ലൗ ലം യതസബ്ബത്. വിവാഹം ദാറുൽ ഹർബിൽ വെച്ച് അവൻ വിവാഹം ചെയ്തില്ല എങ്കിൽ വ്യഭിചാരം ഏർപ്പെടും. എന്നാൽ നിക്കാഹ് ചെയ്യണ്ട, എനിക്ക് സുന്നത്തില്ല എന്ന് നിയമം പറയോ? അപ്പൊ ആരുടെ കാര്യത്തിൽ ചുമത്തണം? ഇത് അൽ മസ്ലഹത്തുൽ മുഹഖഖത്തു അന്നാജിസത്തു, കാരണം ഉറപ്പായ ഗുണം, അന്നാജിസത്തു പെട്ടെന്ന് ഉണ്ടാകുന്ന ഉറപ്പായ ഗുണം, മുഖദ്ദമത്തു മുന്തിക്കപ്പെടും, അലൽ മഫ്സദത്തി ദോഷത്തേക്കാൾ, അൽ മുസ്തഖ്ബലത്തി ഭാവിയിൽ വരാനിരിക്കുന്ന, അൽ മുതവഹമത്തി ഊഹിക്കപ്പെടുന്നതല്ലേ ഇങ്ങനെല്ലാം വരുമെന്ന് ഉറപ്പുണ്ടാകും. അതന്നെ ഇപ്പോഴാണോ ആ ഫസാദ്? അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ നിക്കാഹ് ചെയ്യൽ സുന്നത്ത് തന്നെയാണ്. ഇത് നോക്കണ്ട, ഇതന്നെയല്ലേ ദാറുൽ ബിദ്അത്തിലും നിയമം. അടിമസ്ത്രീയെ ഉപയോഗിക്കലും ഖിയാസാക്കപ്പെടും. എന്തിനോട്? സുന്നത്തില്ല എന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ എന്ന മസലയിൽ നിക്കാഹിനോട് ഖിയാസാക്കപ്പെടും. അടിമസ്ത്രീയെ ഉടമയാക്കി ഉപയോഗിക്കൽ എന്താണ്? ഇതെല്ലാം പറയണോ? ഖിയാസാക്കും എല്ലാം പറയണ്ടേ? നിക്കാഹു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തസഹിയയും ഖിയാസാക്കപ്പെടണം നിക്കാഹിനോട്. എന്താണ്? അവിടെ ജിനാനെ ഭയപ്പെട്ടാൽ നിയമം മാറ്റണ്ടേ? നിക്കാഹിന്റെ വിഷയത്തിൽ ലായിസന്നു എന്നതിന് എന്താണോ ഇല്ലത്ത് പറഞ്ഞത് അത് അവിടെ വരുന്നുണ്ട്. സജീലി